Hi guys, welcome back to the channel Smart Study with Tasween. So today we are discussing about the SCRT Standard 3 Malayalam First Terminal Model Question Papers. Please do like, subscribe and share to your friends. Come, let's see. ഫസ്റ്റ് വൺ രാമകൃഷ്ണൻ ശരി ഉത്തരം തിരഞ്ഞെടുക്കാം. രാമകൃഷ്ണൻ കുമരനല്ലൂരിൻ്റെ കാക്കിരി പൂക്കിരി എന്ന കവിത ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ഈച്ചയും പൂച്ചയും, സെക്കൻഡ് ഓപ്ഷൻ തൂവൽ, തേർഡ് ഓപ്ഷൻ പാത്തുമ്മയുടെ ആട്, ഫോർത്ത് ഓപ്ഷൻ പുഷ്പവാടി. സെക്കൻഡ് വൺ കുമരനാശാൻ്റെ ഒളിച്ചുകളി എന്ന കവിതയിലെ വരികൾ ശ്രദ്ധിക്കൂ. തളിർത്തുലിഞ്ഞു നിന്നിടും തരുകൾ തൻ്റെ ശാഖയിൽ, അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക. ഫസ്റ്റ് ഓപ്ഷൻ ചില്ല, സെക്കൻഡ് ഓപ്ഷൻ മരം, തേർഡ് ഓപ്ഷൻ ഭൂമി, ഫോർത്ത് ഓപ്ഷൻ മാങ്ങ. തേർഡ് ക്വസ്റ്റ്യൻ, ഒരു കടുങ്കഥ കേട്ടാലോ? പച്ചയിൽ പുളി, പഴുത്താൽ മധുരം, പഴങ്ങളുടെ രാജാവ്, ഞാൻ ആരെന്ന് പറയാമോ? ഓപ്ഷൻ എ ഓറഞ്ച്, ഓപ്ഷൻ ബി മുന്തിരി, ഓപ്ഷൻ സി പുളി, ഓപ്ഷൻ ഡി മാങ്ങ. നെക്സ്റ്റ് ഫോർത്ത് വൺ, താഴെ പറയുന്നവയിൽ കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയ കലാരൂപം ഏത്? ഫസ്റ്റ് ഓപ്ഷൻ കഥകളി, സെക്കൻഡ് ഓപ്ഷൻ പടയണി, തേർഡ് ഓപ്ഷൻ ഓട്ടൻതുള്ളൽ, ഫോർത്ത് ഓപ്ഷൻ ചാക്യാർകൂത്ത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന കൂട്ടത്തിൽ ശരിയായ അക്ഷരമാല ക്രമം പാലിക്കുന്നത് ഏത്? ഫസ്റ്റ് ഓപ്ഷൻ അർക്കൻ, മടല, തൂമ്പ, പട, സെക്കൻഡ് ഓപ്ഷൻ പട, മടല, തൂമ്പ, അർക്കൽ, തേർഡ് ഓപ്ഷൻ അറക്കൻ, തൂമ്പ, പട, മടല, ഫോർത്ത് ഓപ്ഷൻ മടല, തൂമ്പ, അർക്കൻ, പട. ദെൻ പ്രവർത്തനം 2, കടുങ്കഥ നിർമ്മിക്കാം. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കി കടുങ്കഥകൾ നിർമ്മിക്കൂ. തേർഡ് ക്വസ്റ്റ്യൻ, പ്രവർത്തനം 3, ഉത്സവപ്പറമ്പിലേക്ക്. അനുവിൻ്റെ നാട്ടിലെ ഉത്സവമാണ്. അനുവും അച്ഛനും അമ്മയും കൂടി ഉത്സവം കാണാനായി ഇറങ്ങി. വഴിയിൽ ഇത്രയും കച്ചവടക്കാരന് കളിപ്പാട്ടങ്ങളും തട്ടുകടകളും മുറുക്കും പൊരിയും അങ്ങനെ. എത്ര ആനകളാണ് അമ്മേ നിരന്നു നിൽക്കുന്നത്? 1, 2, 3. അനു എണ്ണി 10 എണ്ണമുണ്ട്. അവൾ ആനയെ തൊടണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൈ പിടിച്ച് ആനയുടെ അടുത്തേക്ക് നടന്നു. എന്ത് നീളമാ ആനയുടെ തുമ്പിക്കൈക്ക്? അവൾക്ക് അത്ഭുതമായി. അന്ന് അവൾക്ക് ഏറെ സന്തോഷമായി. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അനു തൻ്റെ ഡയറി എഴുതാൻ തുടങ്ങി. ഡയറി പൂർത്തിയാക്കുമോ? യു ഷുഡ് റൈറ്റ് ഡയറി റൈറ്റിംഗ് ഓഫ് അമ്മു. പ്രവർത്തനം 4, പാചകക്കുറിപ്പ് തയ്യാറാക്കാം. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ മേരി അടുക്കളയിലേക്ക് ഓടി. ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അച്ഛൻ. അച്ഛാ, നാളെ എൻ്റെ സ്കൂളിൽ പലഹാരമേളയാണ്. എനിക്കും എന്തെങ്കിലും പലഹാരം അച്ഛൻ ഉണ്ടാക്കി തരണം. ഇതുപോലെ നിങ്ങളുടെ സ്കൂളിലെ പലഹാരമേള ഉണ്ടായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരത്തിൻ്റെ പാചകക്കുറിപ്പ് എഴുതാമോ? പ്രവർത്തനം 5, പഴഞ്ചൊല്ല്. പയ്യെ തിന്നാൽ പനയും തിന്നാം. ഈ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? ധൃതിയോ തിടുക്കമോ ഇല്ലാതെ സാവകാശം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാകും എന്നാണ് ഈ പഴഞ്ചൊല്ല് നമ്മോട് പറയുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം കൂട്ടുകാർ വായിച്ചല്ലോ. ഇതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എഴുതാമോ? എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് ടേം ഇവാലുവേഷൻ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. തന്നിരിക്കുന്ന 6 പ്രവർത്തനങ്ങളിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. 5 സ്കോർ വീതം. പ്രവർത്തനം 1, അമ്മുവിൻ്റെ പെരുന്നാൾ സമ്മാനം. അമ്മുവിന് പൂക്കൾ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് പെരുന്നാളിന് സ്കൂളിൽ ചെടികൾ സമ്മാനിക്കാൻ അവൾ തീരുമാനിച്ചു. അമ്മു കൊടുത്ത ചെടികളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്.
ആമ്പൽ, താമര, ഓർക്കിഡ്, റോസ്, അരളി, തെച്ചി, മുല്ല, ചെണ്ടുമല്ലി, സീനിയ, കനകാംബരം. ചെടികളെ അക്ഷരമാലക്രമത്തിൽ നിരത്തി വയ്ക്കാൻ ടീച്ചർ അമ്മുവിനോട് ആവശ്യപ്പെട്ടു. കൂട്ടുകാർ അമ്മുവിനെ സഹായിക്കണേ. പ്രവർത്തനം 2. അലങ്കാരം. പിറന്നാളിന് വീട് അലങ്കരിക്കണം. കുറേ ബലൂണുകളുണ്ട്. അമ്മു ബലൂണിൽ കാറ്റ് നിറയ്ക്കുകയാണ്. കാറ്റടിച്ചപ്പോൾ ബലൂൺ വലുതായി വലുതായി വന്നു. ഠപ്പോ, ദേ ബലൂൺ ഒറ്റ പൊട്ടൽ. അത് കണ്ട് മിന്നു പൊട്ടി ചിരിച്ചു. അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ടുകൾ കണ്ടില്ലേ? ഇതുപോലെ ചുവടെ തന്നിരിക്കുന്ന പദക്കൂട്ടുകളിലെ വാക്യങ്ങൾ ചേർത്തി പ്രയോഗിച്ചു നോക്കൂ. ഫസ്റ്റ് വൺ ഓടി ഓടി, സെക്കൻഡ് വൺ പറന്നു പറന്ന്, തേർഡ് വൺ ചാടി ചാടി, ഫോർത്ത് വൺ ഉയർന്നുയർന്ന്, ഫിഫ്ത്ത് വൺ നോക്കി നോക്കി. പ്രവർത്തനം 3. പഴഞ്ചൊല്ല്. കൊയ്ത്തു കഴിഞ്ഞ് വയലൊഴിഞ്ഞു. കളിക്കാനായി കുട്ടികൾ വയൽ ഏറ്റെടുത്തു. ആകെ കൂക്കും വിളിയും ബഹളം തന്നെ. എന്താ കുട്ടികളെ കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ? മുത്തശ്ശി ചോദിച്ചു. കാക്കയെക്കുറിച്ച് മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? ഇത്തരം ചൊല്ലുകൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷികൾ വിഷയമായി വരുന്ന 5 ചൊല്ലുകൾ എഴുതുക. പ്രവർത്തനം 4. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 പലഹാരങ്ങളുടെ പേരെഴുതുക. അതിൽ ഒരെണ്ണം തയ്യാറാക്കുന്ന വിധം എഴുതുക. പ്രവർത്തനം 5. വായ്ത്താരി. തിന്താരോ തക തിന്താരോ, തിന്താരോ തക തിന്താരോ. നമ്മൾ ഈ ഈണമിട്ട് പാടിയ ഈ വായ്ത്താരി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനിയും വായ്ത്താരികൾ നിർമ്മിച്ച് നോക്കിയാലോ? വ്യത്യസ്ത ഈണങ്ങളിൽ പാടാവുന്ന 5 വായ്ത്താരികൾ തയ്യാറാക്കുക. പ്രവർത്തനം 6. കാനനോത്സവം. കാനനോത്സവത്തിൽ സംഘഗാനം ഉൾപ്പെടുത്താൻ മന്ത്രി മയിലമ്മ തീരുമാനിച്ചു. ഈ സംഘഗാനത്തിൻ്റെ നിയമാവലി തയ്യാറാക്കണം. കൂട്ടുകാർ മയിലമ്മയെ സംഘഗാനത്തിൻ്റെ നിയമാവലി തയ്യാറാക്കി സഹായിക്കൂ. മലയാളം ഫസ്റ്റ് ടെർമിനൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്മാർട്ട് സ്റ്റഡി വിത്ത് തസ്വിൻ എന്ന യൂട്യൂബ് ചാനലിന്. താങ്ക് യു.